ഹായ്. മാറാത്ത തലവര ജനങ്ങളുടെയും മലയാള സിനിമയുടെയും. എന്താണ് ഇവിടെ സിനിമയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ഷോർട്ട് ഫിലിമിന് പോലും ഇല്ലാത്ത ഒരു കണ്ടൻറ്റ് വെച്ച് ഒരു സിനിമ ചെയ്യുക, ജനങ്ങളെ പരീക്ഷിക്കുക എന്നൊക്കെയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയേണ്ടതായി വരും. കഴിഞ്ഞ ദിവസം റിലീസായ ചിത്രം തലവരയെ പറ്റിയാണ് പറയുന്നത്. സലിംകുമാറിൻ്റെ തിയറികളിലൊന്നിൽ കടമെടുത്താൽ പറയാൻ പറ്റുന്ന ഒരു പ്രതികരണം, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, അല്ലാതെ ഒന്നും തന്നെയില്ല സിനിമയിൽ. വെറുതെ കുറച്ച് നേരം പോയി ഇരിക്കാം എന്നല്ലാതെ ഒന്നുമില്ലാത്തൊരു സിനിമ. പ്രത്യേകം പോസിറ്റീവ് എന്തെങ്കിലും പറയണ്ടേ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അർജുൻ അശോകൻ തൻ്റെ പ്രകടനം കൂടുതൽ മെച്ചപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കാരണം ഇതുവരെയുള്ള സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് നിലവാരത്തിലേക്ക് അയാളുടെ പ്രകടനം മെച്ചപ്പെട്ടു എന്ന് വേണമെങ്കിൽ ഇതിൽ നമുക്ക് പറയാനായി സാധിക്കും. ബാക്കിയെല്ലാം തദൈവ. സിനിമ തുടങ്ങുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു, അവസാനിക്കുന്നു. ഫീൽ ഗുഡാണ് ഉദ്ദേശം തോന്നുന്നു. വലിയ തോതിൽ ഫീൽ ഗുഡൊന്നും എവിടെയും എത്തിയതായി കാണാനില്ല. പറഞ്ഞതുപോലെ ആകെ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുന്നത് അർജുൻ അശോകൻ്റെ അഭിനയം മാത്രമാണ്. വേറെ ഒരു മേഖലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കില്ല. തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയിലെ പ്രവർത്തനങ്ങൾ, സ്ഥിരം സിനിമ ഫോർമുലകൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സിനിമയുടെ ജനങ്ങളുടെ തലവര മാറുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഒന്നും തന്നെ വലിയ തോതിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സിനിമയാണ് തലവര.